CPI നേതാവ് PS സുനിൽകുമാറിനെ മർദ്ദിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SB ബസാറിൽ നിന്നും പള്ളിപ്പുറം പോലീസ് സ്റ്റേഷൻ വരെയുള്ള മാർച്ച് CPIയുടെ നേതൃത്വത്തിൽ നടന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന സെക്രട്ടറി P രഘുവരൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താര ദിലീപ്, വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി KL ദിലീപ് കുമാർ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ VO ജോണി, PO ആന്റണി, ചെറായി ലോക്കൽ സെക്രട്ടറി MR സുധീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈപ്പിൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി NK ബാബു അധ്യക്ഷത വഹിച്ചു. TA ആന്റണി, PJ കുഷൻ, പ്രജാപതി പ്രകാശൻ തുടങ്ങി നിരവധി പ്രമുഖർ പ്രകടനത്തിൽ പങ്കെടുത്തു. ഇൻക്ലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. ഞങ്ങളുടെ പ്രിയനാം സഖാവിനെ, ഞങ്ങളുടെ പ്രിയനാം സഖാവിനെ, ഞങ്ങളുടെ പ്രിയനാം സഖാവിനെ, ഞങ്ങളുടെ പ്രിയനാം സഖാവിനെ തല്ലിച്ചതച്ച ഗുണ്ടകളെ, തല്ലിച്ചതച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുക, ഉടനെ അറസ്റ്റ് ചെയ്യുക, ഉടനെ അറസ്റ്റ് ചെയ്യുക, ഉടനെ അറസ്റ്റ് ചെയ്യുക. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും, നിയമം ഞങ്ങൾ പാലിക്കും. കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും, നിയമം ഞങ്ങൾ പാലിക്കും. കാക്കിക്കുള്ളിൽ അടിമകളെങ്കിൽ, കാക്കിക്കുള്ളിൽ അടിമകളെങ്കിൽ, കാക്കിക്കുള്ളിൽ അടിമകളെങ്കിൽ, കാക്കിക്കുള്ളിൽ അടിമകളെങ്കിൽ നിയമങ്ങൾ ഞങ്ങൾ ലംഘിക്കും, ഞങ്ങൾ ലംഘിക്കും. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. പ്രതിഷേധം, 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 പ്രതിഷേധം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിഷേധം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിഷേധം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിഷേധം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിഷേധം. കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും. പോലീസ് സ്റ്റേഷൻ മാർച്ച് കുറ്റങ്ങളെ പടുതാരികളെ, കുറ്റങ്ങളെ പടുതാരികളെ, ചട്ടകളെ പടുചട്ടകളെ, ചട്ടകളെ പടുചട്ടകളെ. മനസ്സിലാക്കാത്ത എല്ലാം മനസ്സിലാക്കണ്ടേ? തുറങ്കിലേക്കോ അറസ്റ്റ് ചെയ്യൂ, തുറങ്കിലേക്കോ ആരാ പറയുന്നറിയാമോ, ആരാ പറയുന്നറിയാമോ. അനവധി നിരവധി ചോരച്ചാലുകൾ, അനവധി നിരവധി ചോരച്ചാലുകൾ, നീതി കയറിയ പ്രസ്ഥാനം. CPI സിന്ദാബാദ്, സഖാവിനെ, ഞങ്ങളുടെ പ്രിയ സഖാവിനെ, സഖാവ് സുനിൽകുമാറിനെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കളും ബാനറിന്റെ പുറകിലായി അണിനിരക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സൈഡിൽ നിൽക്കുന്ന എല്ലാവരും ബാനറിന്റെ പുറകിലായിട്ട് അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മാർച്ച് പോലീസ് സ്റ്റേഷന്റെ കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഈ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷനായി പാർട്ടിയുടെ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി NK ബാബുവിനെ ക്ഷണിക്കുന്നു. ഇതിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുവാൻ നിർബന്ധിതമായ സാഹചര്യം ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഇന്നിവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറായി ലോക്കൽ കമ്മിറ്റി മെമ്പറും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ വൈപ്പിൻ മണ്ഡലം കമ്മിറ്റിയും ജില്ലാ
കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ സഖാവ് PS സുനിൽകുമാറിന് ഇത് രണ്ടാം വട്ടമാണ് ഇരുളിൻ്റെ മറവിൽ ഗുണ്ടകൾ ആക്രമിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം CPIMന്റെ ഏരിയ നേതൃത്വത്തിന് വ്യക്തമായ ആസൂത്രണം ചെയ്ത ഇതാണ് ഈ ആക്രമണം, രണ്ട് ആക്രമണങ്ങളും എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ മെയ് 16-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സർക്കാരിന്റെ വാർഷികത്തോടനുബന്ധിച്ച് പള്ളത്താങ്കുളങ്ങര നടന്ന യോഗത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈപ്പിൻ മണ്ഡലം ഓഫീസിൽ വിശ്രമിക്കുകയായിരുന്ന സഖാവ് സുനിൽകുമാറിനെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു വട്ടം ആക്രമിച്ചു. അന്നും പോലീസ് കേസെടുത്തെങ്കിലും കാര്യമായ നിയമ നടപടികൾ ആ ഗുണ്ടകൾക്ക് നേരെ ഉണ്ടായില്ല. ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് വീണ്ടും സഖാവ് സുനിൽകുമാറിനെ ആക്രമിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആക്രമണ രാഷ്ട്രീയം CPIയുടെ പരിപാടിയല്ല. അതുകൊണ്ട് അതൊരു ദൗർബല്യമായി കണക്കാക്കരുതെന്ന് ഞങ്ങൾ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ മാസം 21-ന് സഖാവ് സുനിൽകുമാറിനെ വീണ്ടും മാരകായുധങ്ങളുമായി മുഖം മൂടി ധരിച്ച് വേഷം മാറി വന്ന ഏതാനും ഗുണ്ടകൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി വീണ് കിടന്ന സഖാവിനെ ആക്രമിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അങ്ങനെ കാലിന് നേരത്തെ പരിക്ക് പറ്റിയിട്ടുള്ള സഖാവിനെ ആക്രമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാകൃതമായ മനുഷ്യർക്ക് മാത്രമേ കഴിയുള്ളൂ. അത് ഗുണ്ടാ രാഷ്ട്രീയത്തെ വളർത്തിക്കൊണ്ടുവരുന്ന പാർട്ടിക്കാര് അതിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യമാണ്. അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട സഖാവ് PS സുനിൽകുമാർ ഇന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിന്റെ പ്രതികളെ കണ്ടെത്തണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മർദ്ദനമുണ്ടായതിനു ശേഷം മുനമ്പം പോലീസ് സ്വീകരിച്ച നടപടികൾ മാതൃകാപരമാണ്. പ്രതികളെ കണ്ടെത്തുന്നതിനാവശ്യമായ വളരെ സജീവമായ അന്വേഷണങ്ങൾ മുനമ്പം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തിച്ചേർന്നപ്പോൾ പോലീസിന്റെ കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസിന്റെ അന്വേഷണം മന്ദഗതിയിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, കേരള പോലീസ് എന്ന് പറയുമ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാരുണ്ട്, അവർ സംസാരിക്കും. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് അധികാരത്തിലേറിയത് CPIMന്റെ വോട്ട് കിട്ടി മാത്രമല്ല, CPIMന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPIയുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഘടകകക്ഷികളല്ലാത്ത നൂറുകണക്കിന് 10,000-കണക്കിന് വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വന്നത്. അപ്പൊ കേരളത്തിന്റെ പോലീസ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പോലീസ് നടപ്പാക്കേണ്ട പോലീസാണ്. അതിനു പകരം CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലും ലോക്കൽ കമ്മിറ്റി ഓഫീസിലും ഇരുന്ന് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കുകയല്ല പോലീസിന്റെ നയം എന്ന് വ്യക്തമാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വൈപ്പിങ്കരയിലെ CPIM നേതൃത്വത്തെ കുറിച്ച് വൈപ്പിങ്കരയിലെ പോലീസ് നേതൃത്വത്തിന് വലിയ നല്ല കാഴ്ചപ്പാടുള്ളത് ഞങ്ങൾക്കെല്ലാം അറിയാം. നമ്മൾ കണ്ടിട്ടുണ്ട്, മന്ത്രിമാർ പോകുമ്പോൾ അവർക്ക് എസ്കോർട്ട് വഹിക്കുന്നത് പോലീസാണ്.
എന്നാൽ വൈപ്പിങ്കരയിലെ ഒരു ഭാഗം CPM നേതാക്കൾക്ക് എസ്കോർട്ട് കൊടുക്കുന്നത് ഇവിടുത്തെ ഗുണ്ടകളാണ്. ഗുണ്ടകളുടെ വലയത്താൽ വൈപ്പിങ്കരയിലെ CPM-നെ നയിക്കുന്ന CPM നേതൃത്വത്തിന്റെ ഉത്തരവ് നടപ്പാക്കുന്ന ഒരു പോലീസായി മുനമ്പം പോലീസും വൈപ്പിങ്കരയിലെ പോലീസും മാറരുത് എന്നൊരു അഭ്യർത്ഥനയാണ് നിങ്ങളുടെ മുമ്പായി വെക്കുവാനുള്ളത്. മാതൃകപരമായ അന്വേഷണം നടത്തി ഇതിന് കുറ്റവാളികളെ കണ്ടെത്തണമെന്നുള്ള അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പായി വെക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞാൽ പിണറായി വിജയനാണ് എന്ന് ഞാൻ പറയുക. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ക്ലിയർ ചെയ്യേണ്ട ഈ രാജ്യത്ത് സമാധാനം ഈ പ്രദേശത്ത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ആ ഭരണകൂടത്തിന്റെ ഭാഗമായി ആ പ്രവർത്തന രംഗത്ത് മുൻപിൽ നിൽക്കേണ്ടത് ഈ കേരളത്തിലെ പോലീസാണ്. ആ പോലീസിന്റെ ഭാഗമാണ് മുനമ്പം പോലീസ്. ഇത്തരമൊരു സംഭവം ഇവിടെ സൂചിപ്പിച്ചു. ഈ സംഭവത്തിന് ആധാരമായ വിഷയത്തെ സംബന്ധിച്ച് സുനിലിന് നേരെ ഇത്തരമൊരു ആക്രമണം ഉണ്ടായിട്ട് കേരളത്തിലെ പോലീസ് ഇതുവരെയും ഒരു പ്രതികളെ പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പോലീസിന്റെ പ്രയത്നത്തെ ഞാൻ മാനിക്കുന്നു, ആദ്യകാല പ്രവർത്തനത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ മുനമ്പം പോലീസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം ഈ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ആകെ അപമാനമുണ്ടാക്കാൻ ഇടയാക്കരുത് എന്ന് ഈ പോലീസിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ പോലീസിന്റെ ആരും കൈ കെട്ടേണ്ടതില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടി ഉണ്ടാകാം, വിവിധ വകുപ്പുകൾ ഭരിക്കുന്ന പാർട്ടി ഉണ്ടാകാം, ഘടകകക്ഷികൾ ഉണ്ടാകാം. പക്ഷെ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനം കൊടുക്കുക എന്നത് നിങ്ങളുടെ ചുമതല. ആ ചുമതല നിങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ആ തലയിലിരിക്കുന്ന തൊപ്പിയുടെ മഹത്വം ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ആ കൃത്യം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയണം. ഇപ്പൊ സംഭവം എന്താ? തുടക്കത്തിലെ ഉഷാറായിരുന്നു, അന്വേഷണം ഭംഗിയായിരുന്നു, അന്വേഷണം പോകേണ്ട വഴിക്ക് പോയി, ചെന്ന് മുട്ടി നിന്നു. എവിടെയാ ചെന്നിട്ട് നിന്നത്? പല മതിലേലോ കല്ലേലോ അല്ലല്ലോ, യഥാർത്ഥ പ്രതികളിലേക്കാണ് പോലീസിന്റെ അന്വേഷണം ചെന്നെത്തി നിന്നപ്പോ എന്തുകൊണ്ട് പോലീസിന് സ്തംഭനാവസ്ഥ അനുഭവിക്കുന്നു? എന്തിനാ പോലീസ് അനുഭവിക്കുന്നത്? ആരല്ല ചെന്നെത്തുന്നത്? CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണോ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പേരിലാണോ? പാർട്ടി ആരുമാകട്ടെ, ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന ഏരിയക്കകത്ത് CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കം ഏരിയ കമ്മിറ്റി നേതാക്കന്മാർക്കടക്കം ഈ കാര്യത്തിനകത്ത് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആ കാര്യത്തിനകത്ത് അതിന് വിലങ്ങ് തടിയായി നിൽക്കുന്ന CPM ലീഡർഷിപ്പിനെ അത് മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച പോലീസിന് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അവസരമൊരുക്കുകയാണ് ഈ പോലീസ് ചെയ്യേണ്ടത്. രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടത് ആ കടമയാണ്. സഖാക്കളെ, ആ കടമയൊക്കെ നിർവഹിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്കും ചില സന്ദർഭങ്ങളിലെല്ലാം പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നേതൃത്വം തയ്യാറാകണം. പോലീസ് മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നോക്കാം കേട്ടോ. മുനമ്പം പോലീസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് ഭരണം പോരാ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം. 4 വർത്തമാനം ഗവൺമെന്റിനെതിരായി ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. നാട്ടുകാരെ കൊണ്ട് 4 ചീത്ത പിണറായി വിജയനെ പറയിപ്പിക്കണം. ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെ കൊണ്ട് പറയിപ്പിക്കണം എന്ന വല്ല ഉദ്ദേശത്തോടു കൂടി എങ്ങാനും വല്ല പ്രവർത്തിക്കുന്ന വല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുനമ്പം പോലീസിലുണ്ടെങ്കിൽ ആ പോലീസിനെ തിരിച്ചറിയാൻ മേലധികാരികളും പോലീസിന്റെ ഇവിടുത്തെ മേലധികാരികളും അത് ബാധ്യസ്ഥരാകേണ്ടതുണ്ട്. ഇത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ചില പോലീസ് സ്റ്റേഷൻ സ്ഥിരം കുട്ടികളായ ചില പോലീസുകാരുണ്ട്. അവരാണ് ഇതിന്റെ വടക്കും മൂലയും തെക്കും പറഞ്ഞു കൊടുക്കണം. CI-മാര് മാറി മാറി വരും, ഹൗസ് ഓഫീസർമാർ മാറി മാറി വരും. പക്ഷെ എന്നാൽ ഈ നാടിന്റെ ഗതിയും വിഗതിയും അതിന്റെ വഴികളും അതിന്റെ രീതിയും അതിന്റെ സമീപനവും അതിന്റെ ശൈലിയും കഴിഞ്ഞകാല അനുഭവങ്ങളും എല്ലാം ആ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അത് മനസ്സിലാക്കി കൊടുക്കാനും അത് നേർവഴിക്കാക്കാനുമുള്ള ചില നടപടികൾ സ്വീകരിക്കേണ്ടത് സ്ഥിരം ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണ്.
പക്ഷെ ഇവിടെ ഇരിക്കുന്ന സ്ഥിരം കുറ്റികൾക്ക് ഏതെല്ലാം മാഫിയ സംഘങ്ങളുമായിട്ടാണ് ബന്ധമെന്നും ആ ബന്ധത്തിന് പുറത്താണ് ഈ പോലീസ് ഓഫീസർ അടക്കമുള്ള ആളുകൾ അതിന് ഓശാനമാടുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അത് പോകരുത്. അല്ല ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ പുറത്തു പോകരുത്. ഇവിടെ ഇപ്പോ ഈ പ്രദേശത്ത് ഞങ്ങൾക്കെല്ലാം അറിയാൻ കഴിഞ്ഞത് CPM പാർട്ടിക്കകത്ത് ഇപ്പൊ നേതൃത്വത്തിൽ നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികത്തിൽ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ CPM ലീഡർഷിപ്പിന് ഇപ്പൊ ഗുണ്ടകളുടെ അകമ്പടി വേണോ ഈ നാട്ടിൽ നടക്കാൻ? ഇവിടെ പൊതുജനം കൂടെ ഇല്ലാതെ വരുമ്പോഴല്ലേ ഗുണ്ടകളുടെ ആവശ്യം വരുന്നത്. ആ പൊതുജനമാണ് കൂടെ വേണ്ടത് എന്ന ബോധ്യം രാഷ്ട്രീയമായി ഉണ്ടാകണ്ടേ? എന്തിനാ ഗുണ്ടകൾ കൂടെ കൂടുന്നത്? കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടാണ്. ഇവിടെ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് മാന്യന്മാർക്ക് ഈ നാട്ടിൽ കൂടെ നടക്കുന്നതിന് ആരുടെ സംരക്ഷണം വേണ്ടല്ലോ? ഇവിടെ ആർക്കാണ് സംരക്ഷണം? അപ്പൊ ദിലീപ് കുമാറിന് നടക്കാനോ ബാബുവിന് നടക്കാനോ ദിനകരന് നടക്കാനോ ഞങ്ങൾ രഘുവരന് നടക്കാനോ ഞങ്ങൾക്കൊക്കെ നടക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ലാന്ന് ഒരു പേടിയുമില്ല ഈ നിരത്തിൽ നടക്കാൻ. എന്താ കാര്യം? ഞങ്ങളൊരു അന്യായവും ആരോടും ചെയ്തിട്ടില്ല, ഞങ്ങളൊരു അക്രമവും ആരോടും ചെയ്തിട്ടില്ല, ആരെയും ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല, ഞങ്ങൾ രാഷ്ട്രീയമായി ആരോടും പകവോക്കിയിട്ടില്ല, ശത്രുക്കളെ ഞങ്ങൾ സമ്പാദിച്ചിട്ടില്ല. ഞങ്ങൾ സമ്പാദിച്ച ജനങ്ങളുടെ സ്നേഹമാണ്. ആ ജനങ്ങളുടെ സ്നേഹമായതുകൊണ്ട് ഞങ്ങൾക്ക് അന്തസ്സായി ഇറങ്ങി നടക്കാം. ഞാൻ ചോദിക്കുന്നു, CPM ലീഡർഷിപ്പ് ഇറങ്ങി നടക്കാൻ കഴിയാത്ത ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ആ ലീഡർഷിപ്പിനെ മാറ്റി ആ പാർട്ടിയെ ശുദ്ധീകരിക്കേണ്ട ബാധ്യത CPM ലീഡർഷിപ്പിനുണ്ട്. അതല്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകും. ഒരു തർക്കവും വേണ്ട. സ്വാഗത പ്രാസംഗികരും പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളും ഇതിന്റെ പ്രശ്നങ്ങളും സഖാവ് ഉദ്ഘാടന പ്രസംഗത്തിലൂടെ നടത്തിക്കഴിഞ്ഞു. ദീർഘമായൊരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. സഖാവ് PS സുനിൽകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നിട്ട് 2 വർഷം പിന്നിട്ടു. സഖാവ് ആ സമയത്ത് CPM പാർട്ടി മെമ്പറൊന്നും ആയിരുന്നില്ല. ദീർഘകാലമായി ആ പാർട്ടിയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മാറി നിൽക്കുകയായിരുന്നു. ആ സഖാവ് CPI ചേർന്നു. CPIയുടെ സാധാരണ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടി മെമ്പറായി. പാർട്ടി മെമ്പർ എന്ന നിലയിൽ ആ സഖാവ് പ്രവർത്തിച്ച് ആ സഖാവിന്റെ മുന്നണി മത്സ്യത്തൊഴിലാളി മേഖലയായിരുന്നു. ആ മത്സ്യത്തൊഴിലാളി മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുനിൽകുമാറിനെ 1 വർഷത്തിന് മുമ്പ് ഇതുപോലെ തന്നെ രാത്രി സമയത്ത് പതിയിരുന്ന് ആക്രമിച്ചത്. അതുമായി ബന്ധപ്പെട്ട് കേസ് നിലവിലുണ്ട്. ആ കേസ് ഗൗരവമായി ആ കേസ് എടുത്തില്ല എന്ന് മാത്രമല്ല, ആ കേസിന് പ്രതികൾക്ക് അനുകൂലമായ ഒരു സമീപനമാണ് അന്ന് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. എന്നാൽ അതിനുശേഷം 1 വർഷം പിന്നിട്ട സന്ദർഭത്തിലാണ് സുനിൽകുമാറിനെ കഴിഞ്ഞ 21-ാം തീയതി രാത്രി പാർട്ടി ഓഫീസിൽ യോഗമെല്ലാം കഴിഞ്ഞ് അവിടുന്ന് യാത്ര തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീടിന്റെ സമീപത്ത് വെച്ച് പുറയിൽ നിന്ന് ആക്രമിക്കുന്ന, അദ്ദേഹത്തെ വധിക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടായത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പരിസരത്ത് CCTV ഉണ്ട്. അതിനാവശ്യമായ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് അത് സഹായകരമായിരിക്കും. ഈ സംഭവം ഉണ്ടായി സഖാവിനെ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ പോലീസ് രാവിലെ വന്നു, അതിന്റെ മൊഴിയെടുത്തു. വീണ്ടും പോലീസ് വന്നു, വീണ്ടും ചില കാര്യങ്ങൾ അന്വേഷിച്ചു. രണ്ടാമത് വരുമ്പോൾ ഞാൻ ആ ആശുപത്രിയില് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഞാനുണ്ട്. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് മൊഴിയെടുത്ത് ഞാൻ അവിടുന്ന് പോരാൻ നിൽക്കുമ്പോൾ ഏകദേശം ഒരു 11:30-12 മണിയാകുമ്പോ വീണ്ടും പോലീസിന്റെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് പോയി എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരവധി പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്നതാണ്. ആ പാർട്ടിയിൽ നിന്ന് ഇടക്കാലത്ത് വെച്ച് പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കിയവരാണ്. പക്ഷെ ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ വൈപ്പിൻകരയില് അല്ലെങ്കിൽ മുനമ്പം സർക്കിളിന്റെ പരിധിയിൽ വരുന്ന പ്രദേശത്ത് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തടസ്സപ്പെടുത്തും, അടിച്ചമർത്തും. അധികാരം ഉപയോഗിച്ച് അതനുസരിച്ച് പോലീസ് ഇവിടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിലേക്ക് പോകരുത്. നമ്മുടെ ഇതിൽ യഥാർത്ഥ പ്രതികൾ ആരാണെന്നറിയാം. അതിന് നേതൃത്വം കൊടുത്തത് ആരാണെന്നറിയാം. അതിന് നേതൃത്വം കൊടുത്ത ആളെ 1-ാം പ്രതിയാക്കണം.
2, 3, 4 3 പേര് വേറെ ഉണ്ട്. ഇരുട്ടിന്റെ മറവിൽ വന്നവർ, അവരെ പോലീസിനറിയാം. അവരെ പോലീസ് പിടിക്കണം, അറസ്റ്റ് ചെയ്യണം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.